അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ പുതിയ ശീലങ്ങളും ധാർമ്മികമായ ബോധ്യങ്ങളും ഉണ്ടാക്കുന്ന സമയമാണ് വിശുദ്ധ റമദാൻ. റമദാനിൽ ശീലിച്ച കാര്യങ്ങളെ മരണം വരെ കൊണ്ടു നടക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വെട്ടേറ്റ് ക്ഷീണിച്ച് മരണത്തോട് മുഖാമുഖം കാണുന്ന സമയം, രക്തം വാർന്ന് ക്ഷീണിച്ച സമയത്ത് വെള്ളവുമായി വന്നവരോട് മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. എൻ്റെ ഈ അമലിനെ, ഇബാദത്തിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ വയ്യ. സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം സമയമുണ്ടെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് മരണപ്പെട്ടു പോയത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് വഫാത്തിനോടടുത്ത സമയത്ത്, രോഗാതുരമായ സമയത്ത് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ, ഇല്ല, 30 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു നോമ്പുകാരിയായി അള്ളാഹുവിനെ കാണണമെന്ന്, അതുകൊണ്ട് ഈ നോമ്പിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ വയ്യ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബാദത്തുകളെ പൂർത്തീകരിക്കാൻ, അതിനെ മരണം വരെ കൊണ്ടു നടക്കാൻ നല്ല പോരാട്ടം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തോട് ജിഹാദു ചെയ്യേണ്ടതുണ്ട്. അത് മഹാന്മാരുടെ ശീലമാണ്. റമദാനിലെ ഓരോ ശീലങ്ങളെയും മരണം വരെ കൊണ്ടു നടക്കാൻ കഴിയണം. അങ്ങനെ തുടർന്നു ചെയ്യാൻ കഴിയുക എന്നത് ആ ഇബാദത്തുകൾക്ക് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം കൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.